എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പേരാമ്പ്ര ശ്രീ എളമാരംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണുള്ളത്. ഇവിടെ നിന്ന് കുറച്ച് പേർ ഒരു യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയുടെ വിശദാംശങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ ഭാരവാഹികളോട് ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ക്ഷേത്രം ഒന്ന് നിങ്ങളെ കാണിച്ചതിന് ശേഷം അതിലേക്ക് വരാം. ഇപ്പോൾ ക്ഷേത്രത്തിലാണുള്ളത്. പേരാമ്പ്ര ബസ് സ്റ്റാൻഡിനോടടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം. ഇനി നമുക്ക് ഇവിടുത്തെ കുളങ്ങളൊക്കെ ഒന്ന് കാണാം. അതിനുശേഷം നമുക്ക് യാത്രയിൽ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. തുടണ്ട രണ്ടാമത് കുളിച്ചു പോകാനാകില്ല. തുടണ്ട പ്രത്യേകത്തെ എളമാരംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ചരിത്രാദ്യമായിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയാണ്, തീർത്ഥാടന യാത്രയാണ്. തിരുപ്പതിയിലേക്കാണ് ഇന്ന് പോകുന്നത്. തിരുപ്പതിക്ക് പോകുന്ന വഴിയുള്ള തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിൻ്റെ തുടക്കം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇവിടെ ഇതിനായിട്ട് നമ്മൾ 3 അംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ സുരേന്ദ്ര മാഷ് കൺവീനറായി, NK ലാലും N ചന്ദ്രശേഖരൻ അടങ്ങുന്ന 3 അംഗ കമ്മിറ്റിയെ നേരത്തെ ബോർഡ് ചുമതലപ്പെടുത്തിയാണ്. ഇപ്പം പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസർ ചാർജ് എടുത്തിട്ടുണ്ട്, ശ്രീ ഹരിദാസൻ. അദ്ദേഹം ഇതിൻ്റെ ഭാഗമായി, യാത്രയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ ഭക്തജനങ്ങൾക്കൊക്കെ മംഗളങ്ങൾ നേരുകയാണ്. ഈ ചടങ്ങ് ഇവിടെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മേൽശാന്തി ശ്രീഹരി നമ്പൂതിരിപ്പാടാണ്. ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഭഗവതി നാമത്തിൽ എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 2 വാക്ക് സുരേന്ദ്രമാണ്. ഒന്നും പറയാനില്ല. നമ്മുടെ ഭഗവതി അമ്മ കടാക്ഷിച്ചുകൊണ്ട് നമ്മുടെ യാത്രപരമായി മാത്രം തീരട്ടെ എന്ന് മാത്രം നാരായണ പ്രാർത്ഥിക്കാം. നാരായണ നാരായണ
നമ്മൾ ആലോചിക്കുന്നുണ്ട് പുതിയ ട്രസ്റ്റി ബോർഡ് വന്നതിന് ശേഷം അയോധ്യ സന്ദർശിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് സംവിധാനം ഏതാനും മാസങ്ങൾക്ക് ഉള്ളിൽ ഇവിടെ ഉണ്ടാകുന്നതാണ്. ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്നും നിൽക്കും, എല്ലാവരും കുറച്ച് ആൾക്കാരും കൊണ്ട് നിൽക്കുക. ദേവസ്വം ബോർഡിന്റെ മെമ്പർ ശ്രീ പ്രജീഷ് തുരുത്തി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മളെ ക്ഷേത്രത്തിന് വേണ്ടി, ഇത് ഈ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് വരാനാണ്. ഞങ്ങൾ ഇത് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടുള്ളത്. ബോർഡ് ഇതിനെപ്പറ്റി ആലോചിക്കുന്നത് ഓർമ്മയുണ്ടോ? ബോർഡ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ സംവിധാനം ക്ഷേത്രം തുടങ്ങുക. അപ്പം അടുത്ത പരിപാടിക്ക് മലബാർ ദേവസ്വം ബോർഡ് സഹായം ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാകണമെന്ന്, അതിനുവേണ്ടി ബോർഡ് മെമ്പർ ഇടപെടണമെന്നും കൂടിയാണ് നിങ്ങൾ പറയുന്നത്, അല്ലേ? ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, ഭരണാധികാരികൾ, ജീവനക്കാർ, പ്രിയമുള്ള വ്യക്തികൾ, വളരെ സന്തോഷമുള്ള ഒരു സമയത്തിനാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. സമാനമായൊരു യോഗം മറ്റൊരു ക്ഷേത്രത്തിൽ നടന്നതിന് ശേഷമാണ് ഞാൻ അവിടുന്ന് ഇവിടേക്ക് വരുന്നത്. അവിടെ നമ്മൾ ആലോചന ആരംഭിക്കുകയാണ്. ഇങ്ങനെ ഒരു യാത്ര ഒരുമിച്ച് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളുടെ കീഴിൽ, മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലങ്ങളുടെ നേതൃത്വത്തിൽ വളരെ ഭക്തജനങ്ങൾക്ക് ഏറ്റവും സുതാര്യമായ രീതിയിൽ, ഏറ്റവും ചെലവ് ചുരുങ്ങുന്ന രീതിയിൽ, അതുപോലെ തന്നെ സൗകര്യങ്ങൾ മറ്റ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിലും മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന രീതിയിൽ യാത്രകൾ, ഒരുമിച്ചുള്ള യാത്രകൾ ആരംഭിക്കുകയും അതിനെക്കുറിച്ച് ചർച്ചയും തുടങ്ങുന്ന സമയത്ത് തന്നെ കോഴിക്കോട് ഒളവണ്ണ പാലകുറുമ്പ ക്ഷേത്രത്തിൽ സമാനമായ യോഗം കഴിഞ്ഞാണ് ഞാൻ ഇറങ്ങോട്ട് വരുന്നത്. അങ്ങനെ ആ യോഗം ആരംഭിക്കുന്ന ദിവസം തന്നെ ഇവിടെ നമ്മളെ മുൻ മെമ്പറുടെ നേതൃത്വത്തിൽ ഇവിടെ യാത്ര തന്നെ പുറപ്പെടുകയാണ്. അപ്പോൾ ഇതൊരു തുടക്കമാണ്, നല്ല തുടക്കമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മേഖലയിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ ഇടപെടലുകളൊക്കെ സന്തോഷകരം തന്നെ, അതെല്ലാം ആവശ്യമാണ്. എന്നാൽ പോലും ക്ഷേത്രവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാധനാ രീതികളും അതുകൊണ്ട് അത് അനുവർത്തിക്കേണ്ട ചടങ്ങുകളും ഒക്കെ അതേ രീതിയിൽ നിവർത്തിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായ യാത്രകൾ സംഘടിപ്പിക്കുക എന്ന മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ ഒരു തുടക്കമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ തുടക്കത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മുൻ മെമ്പർ സൂചിപ്പിച്ച പോലെ തന്നെ, ശശികുമാർ പേരാമ്പ്ര സൂചിപ്പിച്ച പോലെ തന്നെ, മലബാർ ദേവസ്വം ബോർഡിന് പ്രത്യക്ഷത്തിൽ ഈ മേഖലയിൽ എങ്ങനെ ഇടപെടാൻ പറ്റും, എങ്ങനെ മറ്റ് സാമ്പത്തികം ഉൾപ്പെടെയുള്ള രീതിയിൽ എങ്ങനെ ഇടപെടാൻ പറ്റും എന്ന് തീർച്ചയായിട്ടും മലബാർ ദേവസ്വം ബോർഡ് ആലോചിക്കും എന്ന് ഒരിക്കൽ കൂടെ ഉറപ്പ് നൽകിക്കൊണ്ട് മുൻ മെമ്പർ അത് ഉറപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ആ രീതിയിൽ ഇടപെടും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. സന്തോഷം. നിർത്തിച്ചല്ലോ സാധനം കഴിച്ചല്ലേ അവിടെ തന്നെ പൈപ്പറിന്റെ ഇതിനെ മുളക്കല്ലേ.
അതെ Sabi abi. Dah dah dah. Dah dah dah. कैसा नहीं इकडे कच्चू എല്ലാവിധ ആശംസകളും. സീറ്റ് ഒരുപാട് ഒഴിവുണ്ടല്ലേ? ഒരുപാട് ഒഴിവുണ്ട് സീറ്റ്. കോഴിക്കോട് നാളെ ന്യൂസിലുണ്ടാവും. കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ യാത്ര തിരുപ്പതി യാത്രയുടെ അനുസരിച്ച് ഞങ്ങൾ ബസ്സിൽ കയറി ഇരിക്കുകയാണ്. യാത്ര മംഗളമായി തീർച്ചയായും നന്ദിയോട് ആദ്യം പ്രാർത്ഥിക്കുന്നു. 53ഓളം ആളുകളുണ്ട്. ഭക്ഷണമൊക്കെ നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാവരും നല്ല നിലയ്ക്ക് പോവും. ഇനി ഒരുപാട് യാത്ര ചെയ്യാൻ ദൈവം അമ്മയെ അനുഗ്രഹിക്കട്ടെ. ദർശനം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവിധ മംഗളാശംസകളും ഞങ്ങൾ നേരെയാണ്. അടുത്ത യാത്രയിൽ ഞങ്ങളും ഉണ്ടാവും. ടാറ്റ. ടാറ്റ. എടുക്കാൻ കാണാൻ കിട്ടുന്നു. ശ്രീ എളമാരംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തിരുപ്പതിയിലേക്കുള്ള ഭക്തരുടെ യാത്രയാണ്. യാത്രാ ബസ് പുറപ്പെടുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഭക്തർക്ക് വേണ്ടി ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു യാത്ര സംഘടിപ്പിക്കുന്നത്. അടുത്ത ലക്ഷ്യം അല്ലെങ്കിൽ അടുത്ത യാത്ര അയോധ്യയിലേക്കാണെന്ന് നേരത്തെ ഇവിടുത്തെ സംഘാടകർ നമ്മളോട് പറഞ്ഞു. എന്തായാലും മനസ്സിനും കുളിർമയുണ്ടാവുകയും ഭക്തർക്ക് വളരെ ആശ്വാസവും കിട്ടുന്ന ഒരു യാത്രയാണ് എളമാരംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. യാത്ര പുറപ്പെടുകയാണ്. ആ ദൃശ്യത്തിലേക്ക് ആയിരിക്കും